സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും പൈതൃക സ്മാരകങ്ങളുടെയുമെല്ലാം ഭൂമികയാണ് കോഴിക്കോട്. ഈസ്റ്റ് ഹില്ലിലെ പഴശ്ശിരാജ മ്യൂസിയത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ കെ ജയേഷ്. ചരിത്രമുറങ്ങുന്ന നഗരമാണ് കോഴിക്കോട്. സാഹിത്യ നഗരിയായ കോഴിക്കോട്ടെത്തുന്ന സഞ്ചാരികൾ പലപ്പോഴും കടലും മാനാഞ്ചിറയും മിഠായിത്തെരുവും മാത്രം കണ്ടു മടങ്ങാറാണ് പതിവ്. എന്നാൽ അതിനപ്പുറം നിരവധി കാഴ്ചകൾ നെഞ്ചിൽ പേറുന്നുണ്ട് ഈ മഹാനഗരം. ഇത്തരത്തിൽ ചരിത്രവും ഓർമ്മകളും സൂക്ഷിച്ചുവെച്ച ഒരിടമാണ് നഗരത്തിൽ ഈസ്റ്റ് ഹില്ലിലുള്ള മ്യൂസിയം. നയതന്ത്ര വിദഗ്ധനും ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന വി.കെ. കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥമുള്ള മ്യൂസിയവും ആർട്ട് ഗാലറിയും സഞ്ചാരികളെയും ചരിത്രാന്വേഷകരെയും ഏറെ ആകർഷിക്കുന്നതാണ്. ഈസ്റ്റ് ഹിൽ ജംഗ്ഷനിൽ നിന്ന് നടക്കാവുന്ന ദൂരമേയുള്ളൂ മ്യൂസിയത്തിലേക്ക്. ഒരു ചെറു കുന്നിൻ മുകളിൽ തണൽമരങ്ങൾ ചിറകുവിരിച്ച മനോഹരമായ ഒരിടം. 200ഓളം വൻവൃക്ഷങ്ങൾ തണൽ നിറയ്ക്കുന്ന 3 ഏക്കറോളം പറമ്പിൽ വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിട സമുച്ചയങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ മലബാർ കലക്ടർമാരുടെ ഔദ്യോഗിക വസതിയും ഓഫീസുകളുമായി പ്രവർത്തിച്ചിരുന്നവയാണ് ഈ കെട്ടിടങ്ങൾ. ബ്രിട്ടീഷ് ഭരണത്തിനു ശേഷവും ഈ കെട്ടിടങ്ങൾ വർഷങ്ങളോളം വെറുതെ കിടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്നുള്ള രാജാ രവിവർമ്മയുടെ ചില ചിത്രങ്ങൾ ഇവിടെ എത്തിച്ച് പ്രദർശിപ്പിക്കാനായി ആർട്ട് ഗ്യാലറി ആരംഭിക്കുന്നത്. വി.കെ. കൃഷ്ണമേനോന്റെ മരണശേഷം 1976 അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താനായി അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളും ഡൽഹിയിൽ നിന്ന് ഇവിടേക്കെത്തിച്ചു. ഇതോടെയാണ് വി.കെ. കൃഷ്ണമേനോൻ ആർട്ട് ഗ്യാലറിയും മ്യൂസിയവുമായി സ്ഥാപനം രൂപാന്തരപ്പെടുന്നത്. വി.കെ. കൃഷ്ണമേനോൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ പലരും അദ്ദേഹത്തിനയച്ച കത്തുകളുമെല്ലാം ഇവിടെയുണ്ട്. കൃഷ്ണമേനോന്റെ വിവിധ കാലത്തിലുള്ള ചിത്രങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ലോകപ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ മനോഹരമായ ചിത്രങ്ങൾ ഉൾപ്പെടെ ആർട്ട് ഗ്യാലറിയിലുണ്ട്. ആനക്കൊമ്പിലും ലോഹത്തിലും തടിയിലും തീർത്ത ശില്പങ്ങളാണ് ആർട്ട് ഗ്യാലറിയുടെ മറ്റൊരു ആകർഷണം. മ്യൂസിയത്തിന് അടുത്തായി 3D തിയേറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി പ്രത്യേക ഷോകളും ഫിലിം ഫെസ്റ്റിവലുകളുമെല്ലാം ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ശലഭ പാർക്കാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കൃഷ്ണമേനോൻ മ്യൂസിയത്തോട് ചേർന്നുള്ള 50 സെന്റിലാണ് പൂമ്പാറ്റകളുടെ പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. മനോഹരമായ പൂക്കളും പൂമ്പാറ്റകളുമൊക്കെയായി നയനാനന്ദകരമാണ് ഈ പൂന്തോട്ടം. കലയും സാഹിത്യവും സിനിമയും നാടൻ കലാരൂപങ്ങളുമെല്ലാം ഇവിടെ കണ്ണിചേരുന്നു. നവീകരണത്തിന്റെ പാതയിലാണ് മ്യൂസിയം. ഇതിന്റെ ഭാഗമായി താൽക്കാലികമായി വി.കെ. കൃഷ്ണമേനോൻ മ്യൂസിയം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം മ്യൂസിയം ക്യാമ്പസും പഴശ്ശിരാജ മ്യൂസിയവും സഞ്ചാരികൾക്കായി തുറന്നിട്ടിരിക്കുന്നുണ്ട്. മ്യൂസിയം മൃഗശാലാ വകുപ്പിന്റെ കീഴിലുള്ള ഈ 3 ഏക്കറോളം വരുന്ന സ്ഥലത്ത് തന്നെയാണ് കേരള പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള പഴശ്ശിരാജ മ്യൂസിയവും പ്രവർത്തിക്കുന്നത്. 8000 വർഷം പഴക്കമുള്ള വസ്തുക്കൾ വരെ മ്യൂസിയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. പഴശ്ശിരാജ മ്യൂസിയം എന്നാണ് പേരെങ്കിലും അദ്ദേഹത്തിൽ ഒതുങ്ങുന്നില്ല മ്യൂസിയത്തിലെ കാഴ്ചകൾ. ചരിത്രത്തിന്റെ വിവിധ കോണുകളിലേക്കാണ് മ്യൂസിയം സഞ്ചാരികളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വിവിധ ലോഹങ്ങളിൽ തീർത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ, ഖനനം ചെയ്തെടുത്ത വിവിധതരം പാത്രങ്ങൾ, അപൂർവ നാണയങ്ങൾ, ആയുധങ്ങൾ, പുരാതനമായ മരപ്പാത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. പണ്ടുകാലത്ത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വിവിധ ഉപാധികളായ കുടക്കല്ല്, പത്തിക്കല്ല്, പെട്ടിക്കല്ലറ എന്നിവയാണ് മറ്റൊരു പ്രത്യേകത. പ്രാചീനകാലത്തെ ആയുധങ്ങൾ, നന്നങ്ങാടികൾ, പഴയ കളിപ്പാട്ടങ്ങൾ, പുരാതന ചുവർച്ചിത്രങ്ങൾ, കല്ലിലും മരത്തിലും തീർത്ത ശില്പങ്ങൾ, നിധികുംഭങ്ങൾ, സൈനിക തൊപ്പികൾ എന്നിവയെല്ലാം പഴശ്ശിരാജ മ്യൂസിയത്തിലുണ്ട്. ശിലായുഗ കാലം മുതൽ പാശ്ചാത്യാധിനിവേശ കാലമുൾപ്പെടെ ഓർമ്മകളുടെ സൂക്ഷിപ്പാണ് ഈ മ്യൂസിയം. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.